എൻ്റെ ഫേവറേറ്റ് സാമ്പാർ അതാ. അപ്പോൾ കണ്ണന് സാമ്പാറേ പറ്റും. സോയാബീൻ ഫ്രൈയും വേണം. കൂടുതൽ ഇഷ്ടം അവർക്ക് ചാറിനൊന്നും ഇഷ്ടമല്ല. കണ്ണന് ചോറിന് ചാറ് നിർബന്ധം. ഇടലക്കറിയിലാക്കിയാലും കണ്ണ് കൊണ്ടുപോകും. പക്ഷെ കൂടുതൽ ഇഷ്ടം സാമ്പാറല്ലേ എണ്ണ. അതും ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന സാമ്പാറൊന്നല്ല. ഒരു തരം സാമ്പാറുണ്ടല്ലേ അമ്മ വെക്കുന്നത്. പരിപ്പും ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് വെക്കുന്ന ഒരു സാമ്പാർ. തേങ്ങ കൂട്ടിയൊന്നും വേണ്ട അല്ലേ എണ്ണ. 11 മണിക്കാ സ്നാക്സ് കഴിക്കല് സ്കൂളിൽ നിന്ന്. 11 മണിക്ക്. 11 മണിക്കാ. അപ്പോൾ എൽ പി സ്റ്റുഡൻസോ അവർക്കും 11 മണിക്ക് തന്നെ. അവർക്കും 11 മണിക്ക് തന്നെ. ഒന്നിച്ചല്ലേ? LKG UKG മാത്രം? അവർക്ക് മാത്രം 10:00. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ പോകാം. ഞാൻ ചോദിച്ചു 11 മണിയാവും അല്ലേ? എത്ര സമയം? ഇങ്ങനെ വിശക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിശപ്പുണ്ടാവും. രാവിലെ ഒന്ന് കഴിച്ചിട്ട് പോകണം ചെറുങ്ങനെ. ഇപ്പൊ കറി ചോറിൽ തന്നെ വെച്ചാൽ മതിയോ വേറെ വേണം? വേറെ വേറെ തന്നെയാ. തുറക്കാൻ പറ്റാതാണല്ലോ കൂടുതൽ. ഇല്ല ഇല്ല. പിന്നെ ആയാ വിളിച്ചിട്ടായാ ദോശ ഒന്നും ആവാ അതെ. യൂണിഫോം ഇട്ടോ ഞാൻ തോന്നിന്. ഇവർക്കാണെങ്കിൽ കുറേ പാത്രമുണ്ട്. സ്നാക്സിന് വേറെ, കറി വേറെ, ചോറ് വേറെ, പാത്രം കുറെ കഴുകാനുണ്ട്. നമ്മളും ഇവിടെ സ്കൂൾ പഠിക്കുമ്പോണ്ടല്ലോ ഞാൻ പിന്നെ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ കഞ്ഞിയും വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ പ്ലേറ്റ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഉച്ചക്ക് കഞ്ഞിക്ക് വെല്ലടിക്കുമ്പോൾ നമ്മൾ ആ പാത്രം എടുത്ത് ഇരിക്കും വരാന്തയിൽ, സ്കൂളിൻ്റെ വരാന്തയിൽ. ടീച്ചേഴ്സ് കഞ്ഞി വിളമ്പിക്കൊണ്ടേ വരുന്നുണ്ടാവും. ചൂട് കഞ്ഞിയായിരിക്കും. അതിൻ്റെ കൂടെ പയർ കറി അല്ലെങ്കിൽ കടലക്കറി. ചില സമയത്ത് നമ്മൾ ഉപ്പെല്ലാം കൊണ്ടുപോകട്ടാ. ഉപ്പ് ചില സമയത്ത് പറ്റില്ല. പയർ കറിക്ക് ഉപ്പുണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. ഉപ്പ് കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് പിന്നെ ചെറിയ കാന്താരി മുളകില്ലേ അതൊക്കെ കൊണ്ടുപോകും. അതിങ്ങനെ ഞെരിച്ചിട്ട് കുടിക്കാൻ വേണ്ടിട്ട് പയറിൻ്റെ കൂടെ കൊതിച്ചാ. അങ്ങനെയാണ് അങ്ങനെ കഞ്ഞി കുടിക്കലേ. അപ്പൊ നിങ്ങൾക്ക് എത്ര പാത്രം കഴിയണം? മതിയോ പിന്നെ പറയണേ? മതിയാ? കുറച്ചല്ലേ ചോറി കൊണ്ടുപോകുന്നു. എന്തേ സമയം ഉണ്ടാകുന്നില്ല? അത് ഈ പാത്രയിലെ കൊണ്ടാ തോന്നുന്നത്. അങ്ങനെ അല്ല അത് കുറച്ചും കൊണ്ടുപോകുന്നുണ്ടായോ മുന്നേ? ഇപ്പൊ എത്ര കൊണ്ടുപോകുന്നില്ല? ഇപ്പൊ സമയം കാണില്ല. എണ്ണ അയ്യോ കരിഞ്ഞൂല. കരിഞ്ഞോയല്ലേ? ഒരു ക്രിസ്പി ഉണ്ട്. കരിഞ്ഞോയല്ല രസമുണ്ടാ? നേരമില്ല. ഓഫാക്കിയിട്ടുണ്ടായില്ലേ ചട്ടിയിലെ ചൂടിലേ? കുഞ്ഞാമത്ത് ഒന്നുമില്ലേ? കുഞ്ഞാമത്തേ കുഞ്ഞായ നോക്കട്ടെ. ഇവിടെ ഇല്ല. അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതാ നോക്കുന്നു. നോക്കിയേ ഇങ്ങോട്ട് നോക്കറോ? നോക്ക് വീഡിയോ നോക്ക്. നേരെ നോക്ക്.
ചോറില്ല തന്നെ ചോറില്ല തന്നെ ചോറിലെന്നെ വെച്ചാൽ മതിയാ കണ്ണനോ അനക്കോ അതെ വേറെ വേണ്ട കറിയെല്ലാം ഒരേ പാത്രത്തില അത് അവർക്ക് വേറെ വേണ്ടാന്നാ പറഞ്ഞേ ഇങ്ങനെ ഇതിൽ തന്നെ വെക്കണം എന്നാ പറഞ്ഞേ മോനെയാ ഞാൻ വിളിച്ചു എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വേറെ വിളിച്ചരാന്ന് ഓരോ വേണ്ടായിരുന്നു അങ്ങനെ മതി അപ്പൊ അത് കറുപ്പാത്രം ഏറെ വിളിച്ചിട്ട് അവർക്ക് തുറക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായി ഇതിന്റെ ഇത് എടുത്താൽ മതി സൈഡെല്ലാം ഒന്ന് അണക്കിയാൽ അതവർക്ക് അറിയണ്ടേ ദോശ ഒരെണ്ണോ അവര് കഴിക്കണം ദോശ എത്ര എന്നാ വിശക്കൂല മക്കളെ നിങ്ങൾക്ക് അത് സ്നാക്സ് ഒന്നും അത്രേ ടൈമില്ലല്ലോ മോനെ ഒന്ന് മതിയാ ഒരു ചെറിയൊരു പീസ് രണ്ടിനും വെച്ചു കേട്ടാ ഓക്കൊന്നും മതിയല്ലോ മതി മോനൊരു വിഷമം പറ്റും തിന്നോട്ടോ നിനക്ക് വിശക്കും നീ കുറച്ച് വലുതായി വലിയ കുട്ടിയായില്ലേ ഭക്ഷണം കൂടുതൽ കുറി കാണുന്നില്ലേ അടുത്തന്നെ ഉണ്ടല്ലോ കറി അതിൽ കുറച്ചധികം വെച്ചു അവന് സാമ്പാർ അധികമല്ല സാമ്പാറിൻ്റെ ആശാനല്ലേ കുഞ്ഞാക്കും കുറച്ച് ഒഴിച്ചു കുഞ്ഞാക്ക് എത്ര മതി കുറച്ചേ കറി സോയാബീൻ ഇല്ലേ മോളെ ലേശം കാഞ്ഞോയി തിന്നണം മോള് കരിഞ്ഞതല്ല കേട്ടോ മോക്ക് പറ്റുന്ന രീതിയിൽ കഴിക്കണം കേട്ടോ ടിഫിൻ റെഡി ചെറിയ ആ വലിയ പാത്രമായിരുന്നു ഉണ്ടല്ലോ അല്ല അത് സാരമില്ല മോന് വേണമെന്ന് അത്ര ചോറ് തരും കേട്ടാ അത് അത് അതിൽ വെച്ചോ മോൻ്റെ ടിഫിൻ ബോക്സിൽ വെച്ചോ ഇതില്ലേ ചൂടുവെള്ളം കുറച്ച് ചൂടുണ്ട് ചൂടധികം ഉണ്ട് സ്കൂളിൽ നിന്ന് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ അത് തണിയോ അത് ബസ്സിലെത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തണിയോ അല്ലേ മോളെ അവക്ക് കുറി വേണോ എന്ത് കറിയെന്ന് എന്താ മോളെ ഈ അമ്മേനെ കൊണ്ട് വല്ലാത്തൊരു ആയില്ല റെഡി ആയില്ലേ വെള്ളം വെച്ചോ അത് അതിലും വെച്ചോ അറിഞ്ഞുകൊണ്ടോ അവന് അത് പിന്നെ ഞാൻ ഇട്ടത് 7:55 മോളെ 8:10 നമ്മൾക്ക് ബസ് വരും ഇല്ല 6:45 അച്ഛൻ 7:15 എണീക്കാം നേരത്തെ എണീച്ചാലേ സ്കൂളിൽ പോകാൻ ഒരു ഉഷാറുണ്ടാവും വെറുതെ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ഒരൊറ്റ ഓട്ടം ഓടിയതുകൊണ്ട് കാര്യമില്ല ഉറങ്ങിയിട്ട് കുറച്ച് ഇതെപ്പോഴും രാത്രി 10-11 മണിയെല്ലാം അതിലെ കിടക്കുക ഇവനൊന്നും കുറവാക്കിട്ട് പറഞ്ഞോടാ നിന്നെയും പറയുന്നത് എനിക്ക് അറിയാമല്ലോ ഉറങ്ങി എണീക്കാൻ 2 മണിയാ കേട്ടോ എന്റെ കുഞ്ഞാളെ ഞാൻ കുറവാക്കിട്ട് പറയാം എന്റെ കുഞ്ഞാളെ നല്ല ആക്കിട്ട് പറയാം തുടങ്ങിയ ഉറങ്ങി എണീക്കാൻ 2 മണിയാ ഞാനൊരു കിടങ്ങ തയ്ക്കാം
തലയിൽ തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. കണ്ണപ്പൻ. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. പിന്നെ അതാ സ്റ്റോറിയോ 4 മുതൽ അല്ല 5 മുതലാ 4 മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ട് സമയം. ഡെയിലി. അത് എവിടുന്ന ഓഡിറ്റോറിയത്തിൽ നിന്നാ? പുറത്തുനിന്ന് അസംബ്ലി ഹാളിൽ. ഉള്ളുന്ന പ്രേയർ ഹാളിന്നല്ലേ? അത് നിങ്ങളെല്ലാം റൂമില്ലേ? പുറത്ത് അസംബ്ലി ആടുന്നാ? അപ്പോൾ എല്ലാ കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുന്ന അസംബ്ലി ഉണ്ടാവും. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേക്ക് അല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ചില പിള്ളേരെല്ലാം ആബ്സെന്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ. സ്കൂളെല്ലാം നല്ല ഡിസിപ്ലിനിൽ പോകുന്നുണ്ട്. പക്ഷെ കണ്ണിന് നല്ല ബുദ്ധി കെട്ടാൻ അറിയാം. ബട്ടർഫ്ലൈ മോഡലെല്ലാം കെട്ടുന്നത് എന്നെ കൊണ്ട് അതാവില്ല. അല്ല ആവും, പക്ഷെ കണ്ണം കെട്ടുന്നത് ഓനാണ് എല്ലാ ദിവസം കെട്ടുന്നത്. അച്ഛൻ പഠിപ്പിച്ചോടുത്തത്. ഏയ് നല്ല മോനാണ് പഠിച്ചത്. അച്ഛന് കെട്ടാൻ അറിയില്ല. അച്ഛന് സാധാരണ രീതി കെട്ടാൻ അറിയാം. അമ്മക്കും അറിയില്ലല്ലോ. പിന്നെന്താന്ന് അച്ഛനാ പറയുന്നത്? ടൈറ്റായി ടൈറ്റായ എല്ലാ ദിവസവും ചെരുപ്പന്നെ നമ്മള് ചെരുപ്പന്നെ കമ്മല് മാറ്റണം. അത് ഇങ്ങനത്തെ കമ്മലൊന്നും ഇടാൻ പാടില്ല. ഞാൻ മാറ്റി കൊടുത്തല്ലേ. അത് ഡ്രസ്സിന് വിചാരിട്ടത് ഞാൻ. അതെ മാവന്റെ പുതിയ ഡ്രസ്സില്ലേ? അതുപോലെ ഇല്ലേ കളറല്ലേ? അപ്പോ മേച്ചിരി കിട്ടുന്നിട്ട് വിട്ടത് ബർത്ത്ഡേക്ക്. വാ സൂപ്പറായിട്ട് കെട്ടി. ഏട്ടൻ ഉഷാറാ. നോക്കട്ടെ. അമ്മ